എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹാഷിംഗ് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മുടെ ഡേറ്റ സ്ട്രക്ചറിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഹാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെർച്ചിങ് മെത്തേഡാണ്. ഓക്കെ, ഹാഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർച്ചിങ് മെത്തേഡാണ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ഡേറ്റ സ്റ്റോർ ചെയ്താലും അത് എത്രയും വേഗത്തിൽ റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടേഷൻസ് എല്ലാം തന്നെ കൂടുതൽ ഫാസ്റ്റ് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ സേവ് ചെയ്യുന്ന ഡേറ്റ എല്ലാം തന്നെ നമുക്ക് എത്രയും വേഗത്തിൽ റിട്രീവ് ചെയ്ത് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെർച്ചിങ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് സെർച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹാഷിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 1-to-1 കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കും. ദെൻ ആ 1-to-1 കറസ്പോണ്ടൻസ് വെച്ചായിരിക്കും നമ്മൾ ആ പെർട്ടിക്കുലർ ഡേറ്റയെ ഒരു പ്ലേസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതിന് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവാണെന്ന് വിചാരിക്കും. ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതായിട്ട് വിചാരിക്കാം. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ബാഗിങ്സും കാര്യങ്ങളൊക്കെ എൻട്രൻസിൽ തന്നെ അവര് മേടിക്കുന്നുണ്ട്, അവിടെയാണ് സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അത് സൂക്ഷിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. നമ്മൾ അവിടെ കബോർഡ് പോലുള്ള പ്ലേസസ് ഉണ്ടായിരിക്കും അല്ലെ. ഇതുപോലെ കബോർഡ്സ് ഉണ്ടായിരിക്കും. ആ കബോർഡ്സ് ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ആയിരിക്കും. ഓക്കെ, ഈ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഓരോ കബോർഡിന് നമ്പറിങ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. കബോർഡ്സിന് നമ്പറിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഇവിടെ ഇപ്പോ ഓൾറെഡി ഒരു സാധനം ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് അപ്പൊ എന്താ നോക്കുക? ഈ കബോർഡിനകത്ത് എവിടെയെങ്കിലും ഫ്രീ സ്പേസ് ഉണ്ടോ എന്ന് നോക്കും. ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബിലോങ്ങിങ്സ് അവിടെ വെക്കും. ഓക്കെ, ഇത് നമ്മുടെ ബിലോങ്ങിങ്സ് ആണ്. അത് ആ പ്ലേസിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കീ നമ്മുടെ കയ്യിലേക്ക് തരും അല്ലെ. നമുക്ക് ആ ഒരു ടോക്കൺ അല്ലെങ്കിൽ കീ നമ്മുടെ കയ്യിലേക്ക് തരും. ദെൻ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ടോക്കൺ കാണിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ആ ഒരു മാപ്പിംഗ് ആണ് എടുക്കുന്നത്. നമ്മൾ 2 എന്നുള്ള ഒരു ടോക്കൺ കൊടുക്കുമ്പോൾ ആ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പ്ലേസിൽ പോയി അവിടെ ഇരിക്കുന്ന സാധനമാണ് അവർ നമുക്ക് എടുത്തുകൊണ്ട് തരുന്നത് അല്ലെ. സോ ഇവിടെ എന്താണ് ശരിക്കും ഒരു 1-to-1 മാപ്പിംഗ് ആണ്. ഓക്കെ, സോ ഇതുപോലെയുള്ള അപ്പൊ നമ്മൾ അതെന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആ നമ്മുടെ ബിലോങ്ങിങ്സ് കണ്ടുപിടിച്ച് അവർക്ക് ഒരുപാട് സാധനങ്ങൾ അവർക്ക് കീപ്പ് ചെയ്യാനുണ്ട്. അതിനകത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് വരുമ്പോൾ അയാളുടെ ബിലോങ്ങിങ്സ് പെട്ടെന്ന് എടുത്തു കൊടുക്കണമെങ്കിൽ അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ഐഡിയ ഉണ്ടാവണം. അത് ഓർത്തിരിക്കുന്നത് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഹാഷിംഗ് മെത്തേഡാണ്. Okay, so anyway, hashing എന്ന് പറഞ്ഞാൽ എന്താണ്? It's a searching method. It gives a 1-to-1 correspondence. Okay, ഇവിടെ നമ്മൾ ഹാഷ് ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ 1-to-1 കറസ്പോണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഷ് ഫങ്ഷൻസ് യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ടേബിൾസ് ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഇൻഡെക്സ്, ഓക്കെ, നമ്മളിപ്പോ അറേസിലായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് വിചാരിക്കാം. നമ്മളിപ്പോ ഹാഷ് ടേബിൾസ് അറേസ് ആയിട്ടും അല്ലെങ്കിൽ പോയിന്റേഴ്സ് ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ അപ്പൊ അറേസിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഇൻഡെക്സ് ആണ് നമ്മൾ ഇവിടെ അതിന്റെ ആ പെർട്ടിക്കുലർ ഈ ഒരു കണ്ടുപിടിക്കാനുള്ള ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഇൻഡെക്സ് ഇങ്ങനെ 0, 1, 2, 3, 4 ഇങ്ങനെ ഇൻഡെക്സ് വരും. സോ അപ്പൊ നമുക്ക് എന്ത് ഡേറ്റയാണോ സേവ് ചെയ്യാനുള്ളത് ആ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻഡെക്സ്, ഒരു മാപ്പിംഗ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഹാഷ് ഫങ്ഷൻസ് യൂസ് ചെയ്യും. സോ ഹാഷ് ഫങ്ഷൻസ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ മാപ്പ് 1 കീ വാല്യൂ. കീ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ വെക്കേണ്ട വാല്യൂ. ആ കീ വാല്യൂവിനെ ഒരു ഇൻഡെക്സ് ആയിട്ട് മാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഹാഷ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പല ടൈപ്പ് ഓഫ് ഹാഷ് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു 1-to-1 കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഹാഷിങ്ങിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സോ ഈ ഹാഷ് ഫങ്ഷൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് h is k to I. So h is the hash function.
hash function which maps a key value to its corresponding index. Okay, so this one is key value and this is called index. So a hash function h is a function which maps a key value to its corresponding index. Okay, so അത് നമ്മൾ ഇങ്ങനെയാണ് നോർമലി ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ഒരു ഹാഷ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന് രണ്ട് ക്രൈറ്റീരിയ ഉണ്ട്. രണ്ട് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഹാഷ് ഫംഗ്ഷൻ നമുക്ക് സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ രണ്ട് ക്രൈറ്റീരിയ ആണ്. അതായത് ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇറ്റ് ഷുഡ് ബി ഈസി ആൻഡ് ക്വിക്ക് ടു കമ്പ്യൂട്ട്. നമ്മൾ ഏതൊരു ഹാഷ് ഫംഗ്ഷൻ എടുത്താലും അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. മേ ബി ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. സോ അപ്പൊ ആ ഫംഗ്ഷനെ ബേസ് ചെയ്താണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്, ആ ഒരു ഇൻഡെക്സ് കാൽക്കുലേഷൻ നടത്തുന്നത്. സോ അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഇൻഡെക്സ് കാൽക്കുലേഷൻ ആയാലും ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടും വളരെ വേഗത്തിലും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റണം ഇൻഡെക്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ഏതൊരു ഹാഷ് ഫംഗ്ഷന്റെയും എഫിഷ്യൻസി കാണിക്കുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് ഇറ്റ് ഷുഡ് ബി ഈസി ആൻഡ് ക്വിക്ക് ടു കമ്പ്യൂട്ട് എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് ഇറ്റ് ഷുഡ് ഗിവ് ടു ഡിഫറെന്റ് ഇൻഡിസസ് ഫോർ ടു ഡിഫറെന്റ് കീ വാല്യൂസ്. രണ്ട് കീ വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതായത് രണ്ട് ഡിഫറെന്റ് വാല്യൂസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സെയിം ഹാഷ് ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോ ആ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്ന ഇൻഡെക്സ് വാല്യൂ മാക്സിമം ഡിഫറെന്റ് ആയിരിക്കണം. രണ്ടിനും രണ്ട് ഡിഫറെന്റ് കീ വാല്യൂസ് ആയിരിക്കണം അല്ലെങ്കിൽ ഇൻഡെക്സ് വാല്യൂസ് ആയിരിക്കണം നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടേണ്ടത്. എങ്കിലാണ് നമ്മൾ പറയുന്നത് ആ ഹാഷ് ഫംഗ്ഷൻ വളരെ എഫിഷ്യന്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഉള്ളത് നോക്കാം. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ഇവിടെ കുറച്ച് വാല്യൂസ് എടുത്തിട്ടുണ്ട്. ഈ വാല്യൂസിനെയാണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. സോ സേവ് ചെയ്യുമ്പോൾ എന്താണ്, ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ആ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. സോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാഷ് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ ഈ ഓരോ കീ, ഇത് ഓരോരോ കീസ് ആണ്. ഈ ഓരോ കീ എടുക്കുമ്പോഴും ആ കീയുടെ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കാം. ഓക്കെ, കീയുടെ സം ഓഫ് ഡിജിറ്റ്സ് എടുത്തതിന് ശേഷം അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണോ കിട്ടുന്നത് അതാണ് അതിന്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് വാല്യൂ എടുക്കുന്നു 10. ഓക്കെ, സോ ഇവിടെ കീ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ 10 ആണ്. 10ന് കറസ്പോണ്ടിങ് ആയിട്ട് സം ഓഫ് ഡിജിറ്റ്സ് എടുക്കും. 1 + 0 1 + 0 which is 1. സോ ഇൻഡെക്സ് നമുക്ക് കിട്ടുന്നത് എന്താണ്, 1. സോ അപ്പൊ ഈ 10 എന്ന് പറയുന്ന വാല്യൂ എവിടേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും, 1 എന്ന് പറയുന്ന ഇൻഡെക്സിന് നേരെയായിരിക്കും നമ്മൾ 10നെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വാല്യൂ 19 ആണ്. 19 എടുക്കുന്ന സമയത്ത് സം ഓഫ് ഡിജിറ്റ്സ് which is 10 അല്ലെ. 10ല് യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് വേണം എടുക്കാൻ. യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 0. സോ 0യുടെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ 19 സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് is 35. 3 + 5 is 8. സോ 8ന്റെ അവിടെ 35 സ്റ്റോർ ചെയ്യും. അടുത്തത് 43. 43 is 7. 7 ആണ് ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. സോ 7 ഇൻഡെക്സിൽ നമ്മൾ 43 സ്റ്റോർ ചെയ്യും. Then 62. 62 is 6 + 2 8. സോ 8ന് കറസ്പോണ്ടിങ് ഓൾറെഡി ഒരു ഡേറ്റ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് കൊടുക്കും, 62നെ സേവ് ചെയ്യും. ഓക്കെ, അതൊരു മെത്തേഡാണ്. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനി നമ്മൾ പഠിക്കാനുണ്ട്. സോ ഇപ്പൊ തൽക്കാലം ഇതിന്റെ ഇൻഡെക്സ് കാൽക്കുലേഷൻ മാത്രമാണ് നമ്മളിപ്പോ നോക്കുന്നത്. സോ അതുകൊണ്ട് 62നെ കറസ്പോണ്ടിങ് ഈ 8ാമത്തെ ആ ഒരു ലൊക്കേഷനിലേക്ക് തന്നെ നമ്മൾ മാപ്പ് ചെയ്യുന്നു. Then 59. 5 + 9 is 14. 14 എന്ന് പറയുമ്പോഴത്തേനും അവിടെ യൂണിറ്റ് പ്ലേസ് ആയിട്ട് വരുന്നത് 4 ആണ്. സോ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 59 സ്റ്റോർ ചെയ്യും. ഓക്കെ, Then 31. 31 എന്ന് പറയുന്നത് 4 ആണ് കിട്ടുന്നത്. അപ്പോ ഇവിടെ തന്നെയാണ് 31നെയും സ്റ്റോർ ചെയ്യുന്നത്. Then അടുത്ത നമ്പർ എന്ന് പറയുന്നത് 49 ആണ്. 49ന്റെ കറസ്പോണ്ടിങ് വരുമ്പോഴത്തേനും
13 വരും. 13 എന്ന് പറയുന്നത് 3 ആണ് ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ 49നെ 3ല് സ്റ്റോർ ചെയ്യും. Then 77. 7 plus 7 is 40. So where unit place is 4. So അപ്പം then ഇവിടെ കിട്ടുന്ന 77 ഇവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. Then 33. 3 plus 3 which is 6. So 6ന്റെ പ്ലേസിൽ 33നെ സ്റ്റോർ ചെയ്യും. ഓക്കെ. സോ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കുറെ കീ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹാഷ് ഫംഗ്ഷൻ എടുത്തിട്ട് ആ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് 1-to-1 കറസ്പോണ്ടൻസ് അതിന്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ലൊക്കേഷൻസിലാണ് നമ്മൾ ആ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. സെയിം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിയൽ ലൈഫ് എക്സാമ്പിൾ, അതായത് നമ്മുടെ ബാക്കിങ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ. ഓക്കെ. അപ്പൊ ഒന്നിലധികം സെയിം ഇൻഡെക്സ് വരുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഇപ്പൊ തൽക്കാലം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി അത് സ്റ്റോർ ചെയ്യാനായിട്ട് പല പല മെത്തേഡുകളുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ ആണ്. ഹാഷിംഗ് എങ്ങനെയാണ്, ഹാഷിംഗിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി മോർ ദാൻ 1 കീ വാല്യൂസ് ഒരേ ഇൻഡെക്സിൽ വന്നു അല്ലെ, മോർ ദാൻ 1 കീ വാല്യൂസ് ഒരേ ഇൻഡെക്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് കൊളിഷൻ. സോ മോർ ദാൻ 1 കീ വാല്യൂ ഒരേ ഇൻഡെക്സ് ഹാഷ് ഫംഗ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കൊളിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊരു ഹാഷ് ഫംഗ്ഷൻ ആണെങ്കിലും എഫിഷ്യന്റ് ആവണമെങ്കിൽ എന്താണ്, കൊളിഷൻ മിനിമം ആയിരിക്കണം. ഓക്കെ. കൊളിഷൻ മിനിമം ആവുന്നത് എപ്പോഴാണ്, ഓരോ കീ വാല്യൂസിനും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡെക്സ് വാല്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴാണ് കൊളിഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. സോ അപ്പം എഫിഷ്യന്റ് ആവുന്നത് കൊളിഷൻ കുറയുമ്പോഴാണ്. എന്താണ് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇൻഡെക്സ് വാല്യൂവിന് തന്നെ ഒന്നിലധികം കീ വാല്യൂസ് മാപ്പ് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ കൊളിഷൻ ഒക്കർ ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 1-2 ഹാഷ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഡിവിഷൻ മെത്തേഡിനകത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമൈൻഡർ യൂസ് ചെയ്തിട്ട്, അതായത് ഡിവൈഡ് ചെയ്ത് നമ്മുടെ കീ വാല്യൂവിനെ വേറൊരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എത്ര റിമൈൻഡർ വരുന്നുണ്ടോ ആ റിമൈൻഡർ ആയിരിക്കും നമ്മൾ ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. അതായത് ആ ഫംഗ്ഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, h of k equal to k mod h. Okay, h of k equal to k mod h where the index starting from 0. ഇൻഡെക്സ് നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ k mod h വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതല്ല ഇൻഡെക്സ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ k mod h plus 1 ആയിരിക്കും. ഇവിടെ നമ്മൾ k എന്ന് പറയുന്നത് നമുക്ക് ഏത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്യാനുള്ളത് ആ കീ വാല്യൂ ആണ് നമ്മളിവിടെ k ആയിട്ട് എടുക്കുന്നത്. ദെൻ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പർ ഓഫ് വാല്യൂസ് ആണോ സേവ് ചെയ്യാനുള്ളത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു റാൻഡം നമ്പർ. ഓക്കെ. അതാണ് h എന്ന് പറയുന്നത്. സോ h ഷുഡ് ബി ലാർജർ ദാൻ നമ്പർ ഓഫ് കീസ് ഫോർ സ്റ്റോറിംഗ്. അപ്പോ ഇതാണ് നമ്മുടെ ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. സോ അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന കീനെ, നമുക്ക് സേവ് ചെയ്യേണ്ട കീനെ നമ്മൾ h കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന റിമൈൻഡറിനെ ഇൻഡെക്സ് ആയിട്ട് എടുത്തിട്ട് ആ ഇൻഡെക്സിലേക്കായിരിക്കും നമ്മൾ ഈ വാല്യൂനെ കൊണ്ട് സ്റ്റോർ ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ k ഈക്വൽ ടു 31, അതായത് 31 എന്നുള്ള നമ്പറാണ് നമുക്ക് സേവ് ചെയ്യാനുള്ളത്. ദെൻ h എന്ന് പറയുന്നത് 13 ആണ്. 13 ആണ് നമ്മൾ എടുത്തിരിക്കുന്ന hന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് h ഓഫ് k എന്ന് പറയുന്നത് എന്താണ്, k mod 13 ആണ് വരുന്നത്. ഇവിടെ k എന്ന് പറയുന്നത് 31 ആണ്. സോ 31 mod 13 കിട്ടും. 31നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 5 ആണ്. സോ 5 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഇൻഡെക്സ് വാല്യൂ. അതേസമയം ഈ മെത്തേഡിലാണ്, അതായത് ഇൻഡെക്സ് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ 5ന്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്യും, നമുക്ക് 6 ആയിരിക്കും ഇൻഡെക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഡിവിഷൻ മെത്തേഡ് ഇത്രേ ഉള്ളൂ. എന്താണ്, നമുക്ക് ഏത് കീ വാല്യൂ ആണോ സ്റ്റോർ ചെയ്യാനുള്ളത് ആ കീ വാല്യൂവിനെ h എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുന്നുണ്ട്. h എന്താണ്, നമ്മുടെ h എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നമ്പർ ഓഫ് കീസ് ആണോ നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
അതിനേക്കാളും ലാർജർ ആയിട്ടുള്ള ഒരു റാൻഡം നമ്പർ ആയിരിക്കും. അത് മിക്കപ്പോഴും പ്രൈം നമ്പർ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദെൻ ആ നമ്പർ എടുത്തിട്ട് നമ്മുടെ കീ വാല്യൂവിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡറിൽ ആയിരിക്കും നമ്മൾ ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത്. ദെൻ ആ ഇൻഡെക്സ് പൊസിഷനിലേക്ക് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഡിവിഷൻ മെത്തേഡ്. രണ്ടാമത്തെ ഹാഷിംഗ് മെത്തേഡാണ് മിഡ് സ്ക്വയർ മെത്തേഡ്. മിഡ് സ്ക്വയർ മെത്തേഡിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരു കീ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന്റെ സ്ക്വയർ എടുക്കും. ഓക്കെ, ആ വാല്യൂവിന്റെ സ്ക്വയർ എടുക്കും. സ്ക്വയർ എടുത്തതിന് ശേഷം റൈറ്റ് സൈഡിൽ നിന്ന് ആ സ്ക്വയർ വാല്യൂ കിട്ടിയ സ്ക്വയർ വാല്യൂന്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മള് എന്താണ് ഇതിന്റെ ഓരോരോ ഓഡ് പൊസിഷൻസ്, ഓക്കെ, ഓഡ് പൊസിഷൻസിനകത്തു നിന്നുള്ള വാല്യൂവിനെ ചേർത്തെടുക്കുന്ന ഇൻഡെക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് കെ എന്ന് പറയുന്നത് 1 2 3 4 എന്നുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ ആ 1 2 3 4ന്റെ സ്ക്വയർ എടുക്കുന്നു. ആ സ്ക്വയർ ആണ് 1 5 2 2 7 5 6 എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്തുനിന്ന് ഇത് പ്ലേസ് വാല്യൂ ആയിട്ട് എടുക്കുന്നു. 0 1 2 3 4 5 6 ഇതാണ് ഇതിന്റെ പ്ലേസ് വാല്യൂ. ഈ പ്ലേസ് വാല്യൂ എന്ന് ഓഡ് പ്ലേസ് വാല്യൂസ് എടുക്കുകയാണ്. ഓഡ് പ്ലേസ് വാല്യൂസ് വരുന്ന അവിടുത്തെ ഡിജിറ്റ്സിനെ എടുക്കുന്നു. ദെൻ ആ ഡിജിറ്റ്സിനെ നമ്മൾ എഴുതി കഴിയുമ്പോൾ ഈ കിട്ടുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എച്ച് ഓഫ് കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മിഡ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ മിഡ് സ്ക്വയർ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഏത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഏത് വാല്യൂ ആണോ മാപ്പ് ചെയ്യാനുള്ളത്, ആ മാപ്പ് ചെയ്യേണ്ട വാല്യൂവിന്റെ സ്ക്വയർ എടുക്കുന്നു. സ്ക്വയർ എടുത്തതിന് ശേഷം ആ സ്ക്വയറിൽ ഓഡ് പൊസിഷൻസിൽ വരുന്ന ഡിജിറ്റ്സിനെ ചേർത്ത് എടുത്ത് കിട്ടുന്നതാണ് നമ്മൾ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ സ്ക്വയർ എടുക്കുമ്പോൾ വലിയ വലിയ വാല്യൂസ് ഒക്കെയാണ് നമുക്ക് കീ വാല്യൂ ആയിട്ട് ഉള്ളതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു കമ്പ്യൂട്ട് ദിസ് സ്ക്വയർ. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ടു ഫൈൻഡ് ദി സ്ക്വയർ ഓഫ് ദി കീ വാല്യൂ, but it gives good results. Okay, നമ്മളിങ്ങനെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ ഓഡ് പൊസിഷൻസ് മാത്രം എടുക്കുന്നത് കൊണ്ട് ഇറ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ടു മാക്സിമം ഇൻഡെക്സ് വാല്യൂസ്. ഏത് കീ വാല്യൂ എടുത്താലും ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു റിസൾട്ട് തരാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് മിഡ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഹാഷ് മെത്തേഡ് അല്ലെങ്കിൽ ഹാഷ് ഫംഗ്ഷൻ, മിഡ് സ്ക്വയർ മെത്തേഡ്. ആദ്യത്തത് ഡിവിഷൻ മെത്തേഡും രണ്ടാമത്തത് മിഡ് സ്ക്വയർ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഫോൾഡിംഗ് മെത്തേഡ്. ഈ ഫോൾഡിംഗ് മെത്തേഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പോ ഒരു കീ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കീ വാല്യൂവിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, കീ വാല്യൂവിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നമ്മൾ ചോപ്പിംഗ് എന്നാണ് പറയുന്നത്, ചെറിയ ചെറിയ പീസസ് ആക്കുന്നതിന് ചോപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സൈസ് 2 ആയിട്ടുള്ള ചോപ്സ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. സോ അപ്പൊ സൈസ് 2 വരുമ്പോഴത്തേനും ഇതിനെ 2 ഡിജിറ്റ്സ് വീതമുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് 0 1. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പ് 5 2 2 7 5 6. ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ കീ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തതിന് ശേഷം പ്യുവർ ഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ഈ വാല്യൂസ്, ഈ ചങ്ക്സ് എന്ന് ഇതിനെ പറയാറുണ്ട്, ഇതിന് ചോപ്ഡ് വാല്യൂസിനെ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്ത് നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്യുവർ ഫോൾഡിംഗ് ആണെങ്കിൽ 0 1 പ്ലസ് 52 പ്ലസ് 27 പ്ലസ് 56. ഈ കിട്ടുന്ന ആ ഒരു സമ്മാണ് നമ്മൾ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ 136 ആണ് ഈ 4 വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ അതുകൊണ്ട് ഈ 136 ആണ് നമ്മൾ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഇൻഡെക്സ് വാല്യൂവിലായിരിക്കും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോൾഡ് ഷിഫ്റ്റിംഗ്. ഫോൾഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഒന്നിടവിട്ട ഈ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ആ ഒന്നിടവിട്ട ഗ്രൂപ്പുകളെ നമ്മൾ റിവേഴ്സ് ഓർഡറിലേക്ക് മാറ്റും. അതായത് ആദ്യത്തെ ഗ്രൂപ്പ് ഇതാണ്, ഓക്കെ, 0 1. ഈ 0 1നെ നമ്മൾ 10 ആക്കി മാറ്റും. ദെൻ അടുത്തത് 52 തന്നെയാണ്. അതിനുശേഷം 27 എന്ന് പറയുന്നത് ഒന്നിടവിട്ട ഓൾട്ടർനേറ്റീവ് വരുന്നതാണ്. സോ 27നെ 72 ആക്കുന്നു. ദെൻ പ്ലസ്
56. ഈ കിട്ടുന്ന ഇൻഡെക്സ് വാല്യൂ ആയിരിക്കും ഫോൾഡ് ഷിഫ്റ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് വാല്യൂ. ഓക്കെ, ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 190 ആണ് കിട്ടുന്ന വാല്യൂ. ഇതാണ് ഫോൾഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഫോൾഡ് ബൗണ്ടറി ഉണ്ട്. ഫോൾഡ് ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ചോപ്ഡ് പീസസ് ഉണ്ടല്ലോ, ഈ പീസസിനകത്തുനിന്ന് ആദ്യത്തെയും അവസാനത്തെയും പീസുകളെ മാത്രം നമ്മൾ റിവേഴ്സ് ചെയ്യും, ബാക്കിയെല്ലാം അതുപോലെ നിർത്തും, എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഡെക്സ് വാല്യൂ. സോ അപ്പം ഇതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ 10 ആയിട്ട് കിട്ടും. 10 പ്ലസ് 52 പ്ലസ് 27 പ്ലസ് 56നെ 65. ഓക്കെ, അപ്പൊ ബൗണ്ടറിയിലുള്ള ബൗണ്ടറി പീസസിനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് ആഡ് ചെയ്യും. ഇവിടെ നമുക്ക് കിട്ടുന്നത് 154 ആണ് വാല്യൂ കിട്ടുന്നത്. സോ ആ 154 ആയിരിക്കും നമ്മൾ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടി വേർഡ്സ് ഉള്ള കീസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ഈ ഫോൾഡിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡേറ്റ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാഷ് ഫംഗ്ഷൻ ആണ് ഈ ഫോൾഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ഫോൾഡിംഗ് മെത്തേഡിൽ നമുക്ക് ഏത് കീ വാല്യൂ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത്, ആ കീ വാല്യൂവിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ പീസസ് ഇപ്പൊ ഇവിടെ നമ്മൾ 2 ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്, 2 സൈസുള്ള പീസസ് ആയിട്ട് മാറ്റുന്നു. സോ അത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പീസസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ വാല്യൂ ഇല്ല എങ്കിൽ 0 ആഡ് ചെയ്തായിരിക്കും നമ്മൾ ആ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ പ്യൂർ ഫോൾഡിംഗ് ആണെങ്കിൽ നമ്മൾ ആ പീസസ് ആക്കിയത് ഇതിനെ നമ്മൾ ഓരോന്നിനെയും ഓരോരോ ഗ്രൂപ്പ്സ് ആയിട്ട് പറയുന്നു. K1, K2, K3, K4. ദെൻ K1 പ്ലസ് K2 പ്ലസ് K3 പ്ലസ് K4 ആണ് നമ്മുടെ പ്യൂർ ഫോൾഡിങ്ങിനകത്ത് വരുന്ന ഇൻഡെക്സ് വാല്യൂ. അതേസമയം ഫോൾഡ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ചങ്ക്സിനെ, ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആ ഗ്രൂപ്പ്സിനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ കിട്ടുന്നതാണ് ഇവിടുത്തെ ഇൻഡെക്സ് വാല്യൂ. ഇനി ഫോൾഡ് ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേനും ബൗണ്ടറിയില്, അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമുക്ക് ഏതൊക്കെ പീസസ് ആണ് ഉള്ളത്, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഉള്ള പീസസിനെ മാത്രം റിവേഴ്സ് ചെയ്തിട്ട് മൊത്തത്തിൽ ആഡ് എടുക്കുന്ന ആ ഇൻഡെക്സിനെയാണ് നമ്മൾ ഫോൾഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫോൾഡിംഗ് മെത്തേഡിൽ തന്നെ 3 വേരിയേഷൻസ് ഉണ്ട്. പ്യൂർ ഫോൾഡിംഗ് ഉണ്ട്, ഫോൾഡ് ഷിഫ്റ്റിംഗ് ഉണ്ട്, ഫോൾഡ് ബൗണ്ടറി ഉണ്ട്. ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മൾട്ടി വേർഡ് കീസിനെ സിംഗിൾ കീ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത 4ാമത്തെ മെത്തേഡാണ് ഡിജിറ്റ് അനാലിസിസ് മെത്തേഡ്. ഈ ഡിജിറ്റ് അനാലിസിസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് ഫയൽസിനെ സ്റ്റോർ ചെയ്യേണ്ടി വരുന്ന സമയത്താണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റ് അനാലിസിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ സ്റ്റാറ്റിക് ഫയൽസ്. സ്റ്റാറ്റിക് ഫയൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഫയൽസിനകത്ത് നമുക്ക് എന്താണോ സ്റ്റോർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കീ വാല്യൂസ് എന്ത് തന്നെയാണെങ്കിലും ആ വാല്യൂസ് എല്ലാം തന്നെ ആദ്യമേ അറിയാമായിരിക്കും. ആദ്യമേ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ കീ വാല്യൂസ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. ദെൻ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാക്ഷൻ ആൻഡ് റീഅറേഞ്ച്മെന്റ് ബേസ്ഡ് ഓൺ സം അനാലിസിസ്, അതായത് നമ്മുടെ കീ വാല്യൂ ഉണ്ടല്ലോ, ആ കീ വാല്യൂവിനകത്ത് നമുക്ക് ഏതൊക്കെ വാല്യൂസ് എടുക്കണം, ഏതൊക്കെ പൊസിഷനിലുള്ള ഡിജിറ്റ്സ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനിലുള്ള വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്, അത് എങ്ങനെയൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഹാഷ് ഫംഗ്ഷനിലേക്ക് കൊടുത്ത് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മളൊരു അനാലിസിസിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ അനാലിസിസിലും, അതായത് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ പല പല പൊസിഷൻസ് ട്രൈ ചെയ്യും. ആ ട്രൈ ചെയ്യുന്ന ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേന് ഏത് പൊസിഷൻസിലാണോ അതിന് യുണീക്ക് ആയിട്ടുള്ള കീ ഡിസ്ട്രിബ്യൂഷൻ തരാൻ പറ്റുന്നത് ആ മെത്തേഡ് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഡിജിറ്റ് അനാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു മെത്തേഡ് അല്ല ഉള്ളത്. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് നമുക്ക് സേവ് ചെയ്യാനുള്ളത്, ആ സേവ് ചെയ്യാനുള്ള ഡേറ്റയുടെ നേച്ചർ അനുസരിച്ചും അതിന്റെ രീതി അനുസരിച്ചുമായിരിക്കും നമ്മൾ അവിടെ ഒരു അനാലിസിസ് പെർഫോം ചെയ്യുന്നത്. ആ പെർഫോം ചെയ്യുന്ന അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് ഏതിനാണ് യൂണീക്ക് ആയിട്ടുള്ള കീ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത് അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ. അപ്പൊ അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഡിജിറ്റ് അനാലിസിസ്
ഇറ്റ്സ് എ സെർച്ചിങ് മെത്തേഡ്. അപ്പൊ ഈ ഹാഷിങ്ങിന്റെ തന്നെ വേറൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ബുക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇൻഡെക്സ് കൊടുക്കാറുണ്ട്. ഇൻഡെക്സ് എന്തിനാണ്? നമ്മൾ ഒരു കീ വാല്യൂ, അതായത് ഒരു ടേം, ആ ടേം ഏത് പേജ് നമ്പറിലാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ അപ്പൊ ആ കീ വാല്യൂ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ടേം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ കറസ്പോണ്ടിങ് പേജ് നമ്പറിൽ പോയാൽ മതി അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് സെർച്ചിങ് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. സോ ആ പറഞ്ഞ ഇൻഡെക്സ് വാല്യൂ നമ്മൾ എന്ത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ്, ബുക്കിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഹാഷ് ടേബിൾ ആണ്. ഓക്കെ, സോ നമ്മൾ ഹാഷ് ടേബിൾ ഫോം ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യേണ്ട ഡേറ്റ എല്ലാം തന്നെ ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഇൻഡെക്സിലേക്കായിരിക്കും നമുക്ക് വാല്യൂസ് മാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സോ അങ്ങനെ മാപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈസി ആയിട്ട് നമുക്ക് ആ വാല്യൂസിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ 4 ഹാഷ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹാഷ് ടെക്നിക്സ് ആണ് പഠിച്ചത്. ഡിവിഷൻ മെത്തേഡ്, മിഡ് സ്ക്വയർ മെത്തേഡ്, ഫോൾഡിംഗ് മെത്തേഡ്, ഡിജിറ്റ് അനാലിസിസ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഹാഷിംഗിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി കുറെ കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതായത് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഇൻഡെക്സ് വാല്യൂവിൽ ഒന്നിലധികം കീ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് കൊളീഷൻ റെസൊല്യൂഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.